നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കണമെന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. എന്നാൽ ഇന്ന് കുട്ടികൾ ഉൾപ്പെടുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പേടിയുണ്ടാവുന്നുണ്ട്. ഇവിടെ നമുക്ക് അവബോധവും കരുതലുമാണ് ആവശ്യം. നമ്മൾ ടിവിയോ ഫോണോ കാണാനോ എടുക്കുന്നതിൽ നിന്നും ഒരു 10 മിനിറ്റ് സമയം നമ്മുടെ മക്കൾക്കായി മാറ്റിവെക്കാം. അവരോട് അന്നുള്ള ക്ലാസ്സിലെ വിശേഷങ്ങൾ ചോദിക്കാം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല എങ്കിൽ ആദ്യമൊക്കെ കുട്ടികൾ പറയാൻ വിമുഖത കാണിക്കാം. ക്ഷമയോടെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമം തുടരണം. കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ അവരെ തന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. പാരൻസിന്റെ വിശ്വാസം നേടിയെടുത്താൽ അവരെന്ത് കാര്യവും ആദ്യം പറയുന്നത് നിങ്ങളോടായിരിക്കും. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പഠനമോ ജീവിതമോ സാധ്യമല്ല എന്ന് തന്നെ പറയാം. പക്ഷെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ മേൽനോട്ടം നിങ്ങൾക്കായിരിക്കണം. അജ്ഞാതരായ വ്യക്തികൾ കോളോ ചാറ്റോ ചെയ്യുമ്പോൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷയും ഉറപ്പാക്കേണ്ടതാണ്. അവരിടപഴകുന്ന വ്യക്തികൾ, പരിസരങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് അവരെ ഒരിക്കലും നിർബന്ധിച്ചു കൊണ്ടുപോകരുത്. നോ പറയാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നിങ്ങളും ഓർത്തിരിക്കണം. കുട്ടികളിൽ സംശയകരമായ പെരുമാറ്റം എന്തെങ്കിലും കണ്ടാൽ അവരോട് കാരണം ചോദിച്ചറിയുക. ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായവും തേടാവുന്നതാണ്. മുന്നോട്ടുള്ള ഓരോ ദിനവും ഓരോ സംവാദവും കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുവടുവയ്പ്പാകട്ടെ. പേടിയല്ല, പ്രാപ്തരാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. Stay aware, stay connected and keep parenting positive.